കേരള സർ 100% ലിറ്ററസി സാർ. നമസ്കാരം. ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കേരളത്തെ മുഴുവൻ ഒരാൾ കളിയാക്കുന്നു, കേരളത്തിൻ്റെ സാക്ഷരതയെ ഒരാൾ കളിയാക്കുന്നു എന്ന രീതിക്ക് മലയാളികൾ മൊത്തം ഈ ജസ്പ്രീത് എന്ന് പറയുന്ന യൂട്യൂബറുടെ അല്ലെങ്കിൽ ഈ ഷോയിൽ അവർ നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് മലയാളികളെല്ലാം പോയി ഈ ജസ്പ്രീതിനെ പച്ച ചീത്ത വിളിക്കുകയും അദ്ദേഹത്തിന് ഓൺലൈനായിട്ട് ഒന്ന് മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോ തന്നെ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശം അതിൽ ഈ യൂട്യൂബ് തന്നെ നടപടിയെടുത്തു. ആ ഭാഗം തന്നെ നീക്കം ചെയ്തു. കേന്ദ്ര സർക്കാർ കേസെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർക്കെതിരെ കേസ് വരുന്നു. പ്രശ്നം. പക്ഷേ ഈ രണ്ടാമത്തെ പരാമർശത്തെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. അതൊരു അതിരുകടന്ന പ്രവൃത്തി തന്നെയായിപ്പോൾ ഈ മാതാപിതാക്കളുടെ ലൈംഗികതയെക്കുറിച്ചുള്ള ആദ്യം അതിനെ ശുദ്ധ തന്നെ അദ്ദേഹം യൂട്യൂബ് ചാനൽ അടച്ചു പൂട്ടേണ്ട ഒരു നേരം വൈകിയിരിക്കും. 2.5 മില്യൺ ആണത്രേ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്. ഇത് ഇങ്ങനത്തെ ചെളിയടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവരുടെ മാനസിക പരിശോധിക്കപ്പെടുന്നത്. പക്ഷേ ആദ്യത്തെ കമൻറ്റ് കേരള സർ 100% ലിറ്ററസി സർ, അത് കേൾക്കാൻ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് തോന്നിപ്പോയി. കാരണം ആ മലയാളികളെ പ്രതികരിച്ച് ചെന്ന് നിന്ന് കണ്ടസ്റ്റിനെ കാണുമ്പോഴാണ് അവരുടെ ചോദ്യങ്ങൾ, ഒരു മാന്യമായിട്ടുള്ളൊരു ചോദ്യം, വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം കേരള. കാതലി വഴിക്ക് കൈയും കാലും വെച്ചോണൊക്കെ ചുട്ടി കുത്തിയിരിക്കുന്ന ഒരു പെണ്ണിനെ നോക്കിയിട്ട് അവർ ചോദിക്കണം. അവർ ഉറപ്പായിട്ടും പറയാം അവരുടെ വേരുകൾ ഒരു പക്ഷേ അവരുടെ അച്ഛനും അമ്മയും ഒരു പക്ഷേ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടാവും. അവരെന്തായിരുന്നാലും കേരളം കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അവരുടെ ചോദ്യം ഒരു പൊളിറ്റിക്സ് അറിയില്ല എന്ന് പറയുന്ന അഭിമാനമായിട്ട് കരുതുന്ന ഒരു സാധനത്തിൻ്റെ മുഖത്ത് നോക്കി അവർ ചോദിച്ചത് അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു നമ്മളെ ഈ പഞ്ചാബിയുടെ കയ്യിലോട്ട് കൈ നിറയെ ചെളിവാരി കൊടുത്തിട്ട് ഇതെൻ്റെ മുഖത്തോട്ടൊന്ന് തേച്ച് താ, ഞാനൊന്ന് നാറട്ടെ എന്ന് ഒരു ഈ കദളിവാഴ കൈയും കാലം വെച്ചിരുന്ന സാധനത്തിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവൻ നമ്മുടെ മുഖത്ത് ആ കരി ഭംഗിയായിട്ട് തേച്ചൊട്ടിച്ചപ്പോൾ അവനെ പോയി ചൊറിയുന്ന ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ആ ഒപ്പീനിയന് തീർച്ചയായിട്ടും വിരുദ്ധരായിട്ട് ഒരുപാട് പേരുണ്ടാവും. ഇതിൽ ഒരുപാട് കാണുന്നവരെ പക്ഷേ എന്നെ ചീത്ത വിളിക്കും. പക്ഷേ ഈ സാധനം മലയാളിയെ പ്രതികരിച്ച് ഈ പെണ്ണ് അവിടെ പോയി ഇവരുടെ മുമ്പിൽ കോലം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് മലയാളത്തെ പ്രതികരിച്ച് മലയാളികൾ ഇങ്ങനെയല്ല. പൊളിറ്റിക്സ് ഒപ്പീനിയൻസ് ഇല്ല, എനിക്ക് രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നേ വരെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ ജനാധിപത്യ രാജ്യത്തിലെ മഹത്തായ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരാളിൻ്റെ മുഖത്ത് നോക്കി ഇതിനപ്പുറം ഇവരെന്താ പറയുക? 100% ലിറ്ററസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പ്രതികരിച്ച ഒരാൾ വന്നിട്ട് യു ഹാവ് എനി പൊളിറ്റിക്കൽ ഒപ്പീനിയൻ? Political leaning, I don't watch politics. You don't have any political opinion? No. പക്ഷേ മലയാളത്തിൽ ഇങ്ങനൊരു ഷോ വരികയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യൂട്യൂബിൻ്റെ ഒരു ചാനൽ വരികയും നമ്മളെ ആരെങ്കിലും പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ നിന്നല്ല ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടി വന്നിട്ട് വാട്ട് ഈസ് യുവർ നമ്മുടെ ചോദിക്കണം അവരുടെ വാട്ട് ഈസ് യുവർ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ? Political leaning, I don't watch politics. കളിയാക്കുക അല്ലാതെ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ലല്ലേ, അത് വളരെ മനോഹരമായ കാര്യമാണല്ലോ എന്ന് ചോദിച്ച് അങ്ങനെ അതിനെ ബഹുമാനിക്കുന്ന ഒരു മലയാളികൾ അല്ലെങ്കിൽ ഒരു മലയാളി ഒരു സമൂഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. പൊളിറ്റിക്സ് അറിയില്ല, അതൊരു കുറ്റമല്ല, പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കൈ നിറയെ കരിവാരി കൊടുത്തിട്ട് അത് നമ്മുടെ മുഖത്തേക്ക് ഭംഗിയായിട്ട് തേച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീയെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരും പ്രതിനിധിയല്ല അവർ, പക്ഷെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരാ കമൻറ്റ് അർഹിക്കുന്നു. കേരള സർ 100% ലിറ്ററസി സാർ. അപ്പോൾ പാരൻസ് കമ്മിറ്റി കൊണ്ട് കാണും ചുള്ള ചായക്കും.